ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ സേമിയ കൊണ്ട് നമ്മൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല സൂപ്പർ ഒരു ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ കാണാനും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന റവ കൊണ്ടുള്ള ഉപ്പുമാവിനെക്കാട്ടിലും കുറച്ചും കൂടി കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിലും തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മളുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്രൈഡ് ആണ്. അപ്പോൾ നമ്മൾക്കിത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം ഡയറക്റ്റ് സേമിയ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് വറുത്തിട്ട് തയ്യാറാക്കുമ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടുക. ഇപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കടുകെല്ലാം പൊട്ടി വന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്തെല്ലാം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ചേരുവകളെല്ലാം കരിഞ്ഞു പോകും. അതിനുശേഷം ഒരു 1/4 ഭാഗം സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് വഴറ്റി യോജിപ്പിക്കുക. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾസും കൂടിയാണ്. ഞാനിവിടെ ഒരു 6-7 ബീൻസും അതുപോലെ തന്നെ 1 ക്യാരറ്റിൻ്റെ പകുതിയോളം ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം അളവിൽ സേമിയ, അതായത് 1 കപ്പ് അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് 2 കപ്പ് അളവിൽ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മളുടെ ഉപ്പുമാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യും എല്ലാമായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വെട്ടിത്തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾക്ക് സേമിയ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. അതുപോലെ തന്നെ ഈ 200 ഗ്രാം അളവിൽ 2 കപ്പ് വെള്ളവും കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് കുഴഞ്ഞു വരുന്നത് പോലെ തോന്നുമെങ്കിലും അത് കുക്കായി വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് ഒന്നിലൊന്ന് തൊടാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും. അപ്പം എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനും കരിഞ്ഞു പോകാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉപ്പുമാവ് നല്ല രീതിയിൽ കുക്കായി വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഈ സമയത്ത് വരുന്നത്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യിൻ്റെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും ഒക്കെ വളരെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഈ ഉപ്പുമാവിൽ. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കുക്കായിട്ട് ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കുട്ടി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.